Welcome to Learnino. ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ചാപ്റ്ററിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. First question, which block of elements are known as transition elements? Option A P block, option B S block, option C D block, option D F block. D block elementsനെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഒരു ട്രാൻസിഷൻ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും ബിറ്റ്വീൻ S block and P block elements. So option C D block elements ആണ് correct answer. Next question, most abundant element in Earth's crust is option A hydrogen, option B nitrogen, option C silicon, option D oxygen. Earth's crust ഇലുള്ള most abundant element എന്നറിയപ്പെടുന്നത് option D oxygen ആണ്. Okay. Next question, which one of the following is diamagnetic ion? Option A CO2 plus, option B Ni2 plus, option C Cu2 plus, option D Zn2 plus. Electrons paired ആണെങ്കിൽ ions diamagnetic ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ Zn2+ ആണ് ഡയമagnetic അയോൺ വരുന്നത്. ഓപ്ഷൻ ഡി. Zn2+ന്റെ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണ്? Ar3d10 ആണ്. ഇവിടെ എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ്, അതുകൊണ്ട് തന്നെ Zn2+ ഡയമagnetic അയോൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. Next question, which of the following is not an element of first transition series? Option A Fe, option B Co, option C Ni, option D Ag. ഇവിടെ സിൽവർ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ സിൽവർ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിലാണ് ബിലോങ് ചെയ്യുന്നത്. പക്ഷെ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അയൺ, കൊബാൾട്ട്, നിക്കൽ എല്ലാം ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലാണ് വരുന്നത്. സോ ഓപ്ഷൻ ഡി സിൽവർ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ഓർഡർ ഓഫ് Em2+ bar M0 value with negative sign for the four successive elements Cr, Mn, Fe and cobalt is. ഇവിടെ 4 എലമെന്റ്സിന്റെ ഓർഡർ തന്നിട്ടുണ്ട്. കറക്റ്റ് ഓർഡർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അക്രോസ് ദി ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ നെഗറ്റീവ് വാല്യൂസ് ഫോർ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാണ് എക്സെപ്റ്റ് ഫോർ മാംഗനീസ് ഡ്യൂ ടു സ്റ്റേബിൾ D5 കൺഫിഗറേഷൻ. അപ്പോൾ Mn2+ സ്റ്റേറ്റിലുള്ള വേരിയസ് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള 4 എലമെന്റ്സിന്റെയും ഇലക്ട്രോണിക് കൺഫിഗറേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഹാഫ് ഫിൽഡ് ആയിട്ട് വരുന്നത് Mn ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മോസ്റ്റ് സ്റ്റേബിൾ ആണ്. അപ്പൊ Mn ഗ്രേറ്റർ ദാൻ Cr ഗ്രേറ്റർ ദാൻ Fe ഗ്രേറ്റർ ദാൻ Co ആണ് ഓർഡർ വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Mn ഗ്രേറ്റർ ദാൻ Cr ഗ്രേറ്റർ ദാൻ Fe ഗ്രേറ്റർ ദാൻ Co. Next question, the melting point of copper is higher than that of zinc because option A copper has a BCC structure, option B the atomic volume of copper is higher, option C the electrons of copper are involved in metallic bonding, option D the S as well as D electrons of copper are involved in metallic bonding. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ആക്ച്വലി ഓപ്ഷൻ സി ആണ്. ഇലക്ട്രോൺസ് ഓഫ് കോപ്പർ ഇൻവോൾവ് ഇൻ മെറ്റാലിക് ബോണ്ടിങ്. ഓക്കെ, എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവിടെ D ഇലക്ട്രോൺസ് ഓഫ് കോപ്പർ ആണ് മെറ്റാലിക് ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ആവുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ഹാവ് ഓൾമോസ്റ്റ് equal atomic and ionic radii because of option A diagonal relationship, option B lanthanode contraction, option C actinode contraction, option D belonging to same group. ഇപ്പോൾ സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും ഐഡന്റിക്കൽ അറ്റോമിക് റേഡിയ ആണ് ഡ്യൂ ടു ലാന്തനോഡ് കൺട്രാക്ഷൻ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. Next question, what happens when potassium iodide reacts with acidic solution of potassium dichromate? Option A, it liberates iodine, option B, potassium sulfate is formed, option C, chromium sulfate is formed, option D, all the above products are formed. ഇതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റും പൊട്ടാസ്യം അയോഡൈഡും തമ്മിലുള്ള ഒരു റിയാക്ഷൻ. ഇവിടെ പ്രൊഡക്ട്സ് എന്താണ്? പൊട്ടാസ്യം സൾഫേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, ക്രോമിയം സൾഫേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, ഓൾസോ അയോഡൈൻ ലിബറേറ്റ് ആവുന്നുണ്ട് അല്ലേ? So option D, all the above products are formed ആണ് correct answer. Next question, the number of moles of KMnO4 that are needed to react completely with 1 mole of ferrous oxalate in acidic solution is option A 3/5, option B 2/5, option C 4/5, option D 1. Correct answer വരുന്നത് ഇവിടെ 3/5 ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. Next question, acidified potassium dichromate reacts with potassium iodide and oxidizes it to iodine. What is the oxidation state of chromium in the products of the reaction? Option A +4, option B +6, option C +3, option D +2. ഇവിടെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ X ആക്കിയിട്ട് എടുത്താൽ
x എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 2x plus 3 into minus 2 equal to 0 or x equal to plus 3 ആണ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 mole of acidified potassium dichromate on reaction with excess potassium iodide will liberate moles of iodine. Option A 3, option B 1, option C 7, option D 2. സോ ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ഇവിടെ ഇതാണ്. ഇവിടെ 3 മോൾസ് ഓഫ് അയഡിൻ ആണ് ഇവോൾവ് ആവുന്നത് പൊട്ടാസ്യം അയഡൈഡും പൊട്ടാസ്യം ഡൈക്രോമേറ്റും റിയാക്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഓപ്ഷൻ എ 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഡൈക്രോമേറ്റ് ആനിയോൺ ഓപ്ഷൻ എ all CRO bonds are equivalent, option B 6 CRO bonds are equivalent, option C 3 CRO bonds are equivalent, option D no bonds in dichromate anion are equivalent. ഇവിടെ 6 CRO ടെർമിനൽ ബോൺസ് ആണ് ഇക്വലന്റ് ആയിട്ട് വരുന്നത് ഡ്യൂ ടു റെസൊണൻസ് കണ്ടീഷൻ. അപ്പോൾ അതാണ് ഇവിടെ ഡയഗ്രാമാറ്റിക്കലി കാണിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഗോൾഡ് മെറ്റൽ ഈസ് ഓപ്ഷൻ എ +1, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി -1, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് +1 അല്ലെങ്കിൽ +3 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് +1 മാത്രമേ ഓപ്ഷനിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ +1 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷേപ്പ് ഓഫ് ഡി ഓർബിറ്റൽ ഈസ് ഓപ്ഷൻ എ സ്പെറിക്കൽ, ഓപ്ഷൻ ബി ഡംബൽ, ഓപ്ഷൻ സി ഡബിൾ ഡംബൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഷേപ്പ് ഓഫ് ഡി ഓർബിറ്റൽ എന്ന് പറയുന്നത് ഡബിൾ ഡംബൽ ഷേപ്ഡ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് കൺഫിഗറേഷൻ ഓഫ് ആൽക്കലൈൻ എർത്ത് എലമെന്റ് ഈസ് ഓപ്ഷൻ എ NS2, ഓപ്ഷൻ ബി NS1, ഓപ്ഷൻ സി NP6, ഓപ്ഷൻ ഡി NS0. ജനറൽ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ ഓഫ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് NS1 ആണ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് NS2 ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാന്തനോഡ് കൺട്രാക്ഷൻ ഇസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഓപ്ഷൻ എ അറ്റോമിക് നമ്പർ, ഓപ്ഷൻ ബി എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ഓപ്ഷൻ സി അറ്റോമിക് റേഡിയസ്, ഓപ്ഷൻ ഡി വാലൻസ് ഇലക്ട്രോൺസ്. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ആവുന്ന അനുസരിച്ചിട്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ്ഡ് ആവും, വിച്ച് ഇൻക്രീസസ് അലോങ് എ പീരിയഡ്. ഓക്കെ, അപ്പം ഈ ഒരു ഇൻക്രീസ് കാരണം റേഡിയസ് ഓഫ് ആറ്റം അല്ലെങ്കിൽ അയോൺസ് ഷ്രിങ്ക് ആവും. അതിനാണ് നമ്മൾ ലാന്തനോഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് കോൾഡ് ഗ്രീൻ വിട്രിയോൾ? ഓപ്ഷൻ എ FeSO4 7H2O, ഓപ്ഷൻ ബി CuSO4 5H2O, ഓപ്ഷൻ സി CaSO4 2H2O, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഫെറസ് സൾഫേറ്റ് അല്ലെങ്കിൽ അയൺ സൾഫേറ്റ് ആണ് ബ്ലൂ ഗ്രീൻ ഹെപ്റ്റാഹൈഡ്രേറ്റ് ആയിട്ട് എൻകൗണ്ടർ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത് മോസ്റ്റ് കോമൺലി അറിയപ്പെടുന്നത് കോപ്പറാസ് അല്ലെങ്കിൽ ഗ്രീൻ വിട്രിയോൾ എന്നാണ്. സോ ഓപ്ഷൻ എ FeSO4.7H2O ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പർ സൾഫേറ്റ് ഡിസോൾവ്സ് ഇൻ എക്സസ് ഓഫ് പൊട്ടാസ്യം സയനൈഡ് ടു ഗീവ് ഓപ്ഷൻ എ CuCN4 3-, ഓപ്ഷൻ ബി CuCN4 2-, ഓപ്ഷൻ സി CuCN, ഓപ്ഷൻ ഡി CuCN twice. കോപ്പർ സൾഫേറ്റ് പൊട്ടാസ്യം സയനൈഡിൽ ഡിസോൾവ് ആകുമ്പോഴത്തേക്കും ഈ ഒരു ഫോളോയിങ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ CuCN2 എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് ഡീകമ്പോസിഷൻ പ്രോസസ് അണ്ടർഗോ ചെയ്യും ആൻഡ് അത് ഡീകമ്പോസ് ആവുന്നത് CuCN ആയിട്ടും CN twice ആയിട്ടുമാണ്. ഓക്കെ, ഇനി CuCN plus 3KCN നമുക്ക് എന്താണ് കിട്ടുന്നത്? K3CuCN4 ആണ്. ഓർ നമുക്ക് എഴുതാം ഓപ്ഷൻ എ, ദാറ്റ് ഈസ് CuCN4 3-. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ലാന്തനോഡ് എലമെന്റ്? ഓപ്ഷൻ എ Lu, ഓപ്ഷൻ ബി Pr, ഓപ്ഷൻ സി Lr, ഓപ്ഷൻ ഡി Pm. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി Lr ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ Lr ലോറൻഷ്യൻ എന്ന് പറയുന്ന ഒരു ആക്ടിനോഡ് എലമെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് കളർലെസ് ഇൻ H2O? ഓപ്ഷൻ എ Ti3+, ഓപ്ഷൻ ബി B3+, ഓപ്ഷൻ സി Cr3+, ഓപ്ഷൻ ഡി Sc3+. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി Sc3+ ആണ്. വാട്ടറിൽ കളർലെസ് ആയിട്ടുള്ളത്, അവർക്ക് അൺപെയർ ആയിട്ടുള്ള വാലൻസ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ടാണ് അത് കളർലെസ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് കോമൺ ഫോർ ഓൾ ലാന്തനോയിഡ്സ്? ഓപ്ഷൻ എ +2, ഓപ്ഷൻ ബി +3, ഓപ്ഷൻ സി +4, ഓപ്ഷൻ ഡി +5. സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് കൺഫിഗറേഷൻ ഓഫ് എ ട്രാൻസിഷൻ എലമെന്റ് X in +3 oxidation state is Ar3d5. What is its atomic number? Option A 25, option B 26, option C 27, option D 24. ഇവിടെ ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്.
അതിനോട് 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അറ്റോമിക് നമ്പർ എത്രയാണ്? 23 ആണ് അല്ലേ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. +3 ചാർജ് എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺസ് അവിടെ ലോസ് ആവുന്നുണ്ട്. അപ്പൊ 23 + 3 26 ആണ് വരുന്നത്. സോ 26 ആണ് ഇവിടെ വരുന്ന അറ്റോമിക് നമ്പർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next question. Generally, transition elements form colored salts due to the presence of unpaired electrons. Which of the following compounds will be colored in solid state? Options Ag2 SO4, option B CuF2, option C ZnF2, option D Cu2Cl2. ഇവിടെ Cu2+നാണ് unpaired electrons ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രോൺ ട്രാൻസിഷൻസ് എക്സിബിറ്റ് ചെയ്യും. Hence they will be colored. So option B CuF2 ആണ് correct answer. Next question. On addition of small amount of KMnO4 to concentrated H2SO4, a green oily compound is obtained which is highly explosive in nature. Identify the compound from the following. Option A Mn2O7, option B MnO2, option C MnSO4, option D Mn2O3. KMnO4 plus H2SO4 റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? Mn2O7, H2O and 2KHSO4 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ Mn2O7 ആണ് ഹൈലി എക്സ്പ്ലോസീവ് നേച്ചർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫോംഡ് ആവുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Next question. The magnetic nature of elements depends on the presence of unpaired electrons. Identify the configuration of transition element which shows highest magnetic moment. Option A 3d7, option B 3d5, option C 3d8, option D 3d2. ഇവിടെ ഹയസ്റ്റ് മാഗ്നറ്റിക് മൊമെന്റ് എക്സിബിറ്റ് ചെയ്യുന്ന ട്രാൻസിഷൻ എലമെന്റ് കൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3d5 ആണ്. ഓക്കെ, എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ആൻഡ് മാഗ്നറ്റിക് നേച്ചർ ഓഫ് എലമെന്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസിനെയാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ അപ്പോൾ ഇത്രയാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ചാപ്റ്ററിൽ MCQs. താങ്ക് യു.